എനിക്കൊരു സംശയം. വലിയ പിണറായി വിരുദ്ധ തരംഗമുണ്ട്, ഭരണവിരുദ്ധ വികാരമുണ്ട് എന്നൊക്കെ പറഞ്ഞപ്പോഴും കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് ഈ മന്ത്രിസഭയുടെ 4ാം വാർഷികാഘോഷം വലിയ ഒരാൾക്കൂട്ടം കണ്ടു. അപ്പോൾ ഈ ആൾക്കൂട്ടത്തിൻ്റെയൊക്കെ അർത്ഥം എന്താണ്? ആൾക്കൂട്ടങ്ങൾ ഈ കേരള ഗവൺമെൻറ്റിൻ്റെ 4ാം വാർഷികത്തിന് ആളെ കൂട്ടാൻ വേണ്ടിയിട്ട് ധാരാളം ഘോഷയാത്രകൾ എല്ലാ ജില്ലകളിലും നടന്നു. ഈ ഘോഷയാത്രകളെല്ലാം സർക്കാരിൻ്റെ ബലത്തിലും സർക്കുലറിൻ്റെ ബലത്തിലും ഇപ്പോൾ സാംസ്കാരിക വകുപ്പ് ഉൾപ്പെടെ ലൈബ്രറികളുണ്ടല്ലോ, ലൈബ്രറികൾ നമ്മളെപ്പോഴും ഇടപഴകുന്ന ലൈബ്രറികൾ, അവർക്ക് വരെ നോട്ടീസുകൾ ചെന്നു, സർക്കുലറുകൾ ചെന്നു. എല്ലാവരും പരമാവധി ആൾക്കാരെ കൂട്ടിക്കൊണ്ട് ഘോഷയാത്ര. ഈ അർദ്ധ സർക്കാർ സ്ഥാപനങ്ങളൊക്കെ ഉണ്ടല്ലോ, അവർക്ക് പേടിയാണ്, അവർക്ക് പിന്നെ അനുസരിച്ചില്ലെങ്കിൽ വലിയ പ്രശ്നം. അങ്ങനെ എല്ലാവർക്കും ചെന്നു. ആശാവർക്കർമാർക്കും ചെന്ന് കാണും. ആശാവർക്കർമാരിപ്പോൾ 500 പേരെ സമരത്തിലുള്ളൂ, 26,000 പേര് പിന്നെയുണ്ട്. അവരെല്ലാം ഈ ആൾക്കാരെ ഇതുപോലെ ഓർഗനൈസ് ചെയ്യും ഓരോ സ്ഥലത്തും. എന്ന് പറഞ്ഞതുപോലെ തന്നെയാണ് സർക്കാരിൻ്റെ അധികാരം ദുരുപയോഗം ചെയ്തുകൊണ്ട് ഡിപ്പാർട്ട്മെൻറ്റുകൾക്ക് കർശനമായ നിർദ്ദേശം നൽകിക്കൊണ്ട് തന്നെയാണ് ആളെ ഇറക്കിയിട്ടുള്ളത്. നമുക്കറിയാമല്ലോ ദേശാഭിമാനി പത്രത്തിൻ്റെ കാര്യം. സർക്കാർ ദേശാഭിമാനി ഇന്ന് കൊടുത്തിരിക്കുന്ന തലക്കെട്ട് തന്നെ വിശ്വകേരളം. വിശ്വകേരളം എന്നാണ്. പക്ഷേ ദേശാഭിമാനി ബുദ്ധിപൂർവ്വം ഒരു കാര്യം കൂടെ ചെയ്തിട്ടുണ്ട്. ഗവൺമെൻറ്റിൻ്റെ പദ്ധതികളെക്കുറിച്ച് പറയുന്ന കൂട്ടത്തിൽ ഇന്നലെ ദേശീയപാത ഉണ്ടായി, ഇന്നിപ്പോൾ ദേശീയപാത ഇല്ല, അതങ്ങ് ഒലിച്ചുപോയി. വാർത്തയിൽ നിന്നും അങ്ങ് ഒലിച്ചുപോയി. അതുപോലെ കെ ഫോണിൻ്റെ കാര്യം. കെ ഫോൺ എന്ന് പറയുന്നത് ഇപ്പോൾ അതിൻ്റെ സബ്സ്ക്രിപ്ഷൻ ഇല്ലാതെ ഫോണുകളെല്ലാം ഡിസ്കണക്ട് ചെയ്തിരിക്കുക, വൈഫൈ കണക്ഷൻ പോയിരിക്കുക. ആ കാര്യം പറഞ്ഞിട്ടില്ല. കെ ഫോണിന് ഇത്രയും അധികം ഇൻവെസ്റ്റേഴ്സ് എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്, അല്ലേ? അതിൻ്റെ ഇത്രയധികം ഉപയോക്താക്കൾ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സൗജന്യ ഫോണെന്ന് പറഞ്ഞതിനാ അതിന് ഇത്ര ഉപയോക്താക്കൾ. ആരുടെ പദ്ധതി കേട്ടാത്തൊന്നും സംസ്ഥാന ഗവൺമെൻറ് പുതിയൊരു പുതിയ തരത്തിലുള്ള ഒരു ടെലിഫോൺ സിസ്റ്റം ഉണ്ടാക്കിയിരിക്കുകയാണ്, BSNL പോലെ. സംഭവിച്ചിരിക്കുന്ന BSNLന് പണം കൊടുത്തിട്ട് ഇത് വരിക്കാരാക്കുക. ഗവൺമെൻറ് ആരിപ്പോൾ പണം കൊടുക്കും എന്നുള്ള കാര്യത്തിൽ ഉപയോഗിക്കുന്ന ആൾ കൊടുക്കണോ സർക്കാർ കൊടുക്കും? ഇപ്പോൾ സർക്കാർ വകുപ്പുകൾക്കെല്ലാം ഇതിൻ്റെ ബില്ല് ചെയ്യുന്നു, ആരും കൊടുക്കുന്നില്ല. ഇത് ഞങ്ങൾ കൊടുക്കേണ്ട കാര്യമില്ല. കാരണം എന്താ? തദ്ദേശ സ്ഥാപനങ്ങൾക്ക് മുഴുവൻ ധനവകുപ്പ് പണം വെട്ടിക്കുറച്ചിരിക്കുക. ഈ പണം വെട്ടിക്കുറച്ചതിൻ്റെ പുറത്ത് ഗവൺമെൻറ് അവകാശപ്പെടുന്നത് എന്തുവാ? ചുമ്മാ കടമുണ്ടെന്ന് പറയുന്നത് വെറുതെ പറയുക. എന്നിട്ടാണ് റേഷൻ കൊണ്ടുവരാൻ ലോറിക്ക് പണം കൊടുക്കാനില്ലാതെ റേഷൻ മുടങ്ങിക്കിടക്കും. എനിക്കറിയാം ഇത് ഒരു ദിവസം. ഇപ്പോൾ 4ാം വാർഷികത്തിന് ഒരു കാര്യം പറയാം. അതിനു മുമ്പ് കേന്ദ്രത്തിൻ്റെ ഈ നിർദാക്ഷിണ്യ നിലപാട് കൊണ്ട് നമുക്ക് പണമില്ല, കേന്ദ്രത്തിൻ്റെ തെറ്റായ നയങ്ങൾ കൊണ്ട് നമുക്ക് പണം കിട്ടുന്നില്ല. ഇതിലേതായപ്പോൾ നമ്മൾ വിശ്വസിക്കേണ്ടേ? ഒരു പിടിയില്ല. ഇപ്പോൾ പറയുന്നു കടം എന്ന് പറയുന്നത് ഒരു വ്യാജ പ്രചരണം. ഒരു ദിവസം പറയുന്നതല്ല, പിറ്റേ ദിവസം പറയുന്നു. ഇതിനിടയ്ക്ക് അതൊരു കല്ല് വെച്ച നുണയല്ലേ? കേരളം കടക്കണിയിൽ ആര് പറഞ്ഞു എന്നാണ് മുഖ്യമന്ത്രി ചോദിക്കുന്നത്. ഇത്രയും കടം ഉണ്ടാക്കി വെച്ചിട്ട് നിത്യനിദാന ചെലവിന് പണമില്ലാതെ കിടന്ന് അതിൻ്റെ ഫലം നമ്മൾ അനുഭവിക്കുന്നു. ശരിയാണ്. മറുവശത്ത് PSCക്കാർക്ക് ജില്ലാ ജഡ്ജിയുടെ ശമ്പളം കൊടുക്കാൻ പണത്തിന് ഒരു കുറവുമില്ലല്ലോ. ഈ ആഘോഷങ്ങൾ നടത്താൻ പണം ചെലവാക്കുന്നുണ്ടല്ലോ. അല്ല, ഇനിയിപ്പോൾ നോക്കിക്കോണേ, ഇവർ ഇറങ്ങാറാകുന്നതിന് തൊട്ട് മുമ്പാകുമല്ലോ ഈ പുതിയ ശമ്പള കമ്മീഷൻ വരിക. അതിനകത്ത് എത്രയോ കോടി അധികമായിട്ട് വരാൻ പോകുന്നു. ഇത് കേരളത്തിലെ പല ധനകാര്യ വിദഗ്ധന്മാരും പറയാറുണ്ട്, ഈ 5 വർഷത്തിൽ ഒരിക്കൽ ഈ ശമ്പള കമ്മീഷൻ വേണ്ട, 10 വർഷത്തിലൊരിക്കലേ ഉള്ളൂ. അതാണ് അതിന്റെ ശരി. കറക്റ്റായിട്ട് കൊടുക്കും. അതുപോലെ മുടക്കില്ല. കോവിഡ് കാലത്ത് പോലും ഇവർ ഈ ശമ്പള കമ്മീഷനെ വെച്ച് പുതിയ ഇത് കൊടുത്തിരിക്കുകയാണ്. അതാണ് ഇവരുടെ ഈ വോട്ട് ബാങ്ക് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ചില പ്രത്യേക മതങ്ങളെ അങ്ങ് പ്രീണിപ്പിക്കുക. ഇത് രണ്ടുമാണ് കൊണ്ട് ഇവർ ജയിച്ചു പോകുന്നത്. ഭരണമെന്ന് പറയുന്നത് 0 കുളമാണ്. പ്രീണനം കൊണ്ട് മാത്രം ജയിക്കുന്ന ഒരു ഗവൺമെൻറ്റാണ് പിണറായി ഗവൺമെൻറ്. അതുകൊണ്ട് പിണറായി വിജയൻ പ്രീണന ഗവൺമെൻറ് എന്നുള്ള കാര്യത്തെ എല്ലാവർക്കും അറിയാം. ഇതിനകത്ത് ദേശാഭിമാനി പറഞ്ഞിരിക്കുന്ന വേറൊരു കാര്യമുണ്ട്. ഈ സർക്കാരിൻ്റെ കാലത്ത് വിതരണം ചെയ്തത് 5,20,563 പുതിയ റേഷൻ കാർഡുകൾ കൊടുത്തു. റേഷൻ കാർഡ് കഞ്ഞി വെച്ച് കുടിക്കാൻ പറ്റില്ല, അരി കിട്ടണം. അതിപ്പോൾ മുടങ്ങിയിരിക്കുക, റേഷൻ കടകളിൽ മുടങ്ങിയിരിക്കുക. സപ്ലൈകോയിൽ സബ്സിഡി സാധനങ്ങൾ ലോറിക്കാരുടെ പൈസ കൊടുത്തെങ്കിൽ സമരം FCIക്കും പിന്നെ റേഷൻ കടകൾക്കും ഇടയ്ക്ക് ആകാശമാർഗത്തിൽ നമുക്ക് കൊണ്ടുവരാൻ പറ്റില്ലല്ലോ. മാന്ത്രിക വടി ഉപയോഗിച്ച് കൊണ്ടുവരാൻ പറ്റില്ല. ലോറി വേണം, ലോറിക്ക് പൈസ കൊടുക്കണം. കൊടുത്തിട്ടില്ല 3 മാസമായിട്ട്. പിന്നെ ഇവർ പറയുന്നുണ്ട് 5000-ലധികം ക്ലാസ് മുറികൾ ഹൈടെക് ആക്കി എന്ന് പറയുന്നു. ദൈവമേ, ഒന്നും ഈ മഴയത്ത് ഇടിഞ്ഞു വീഴാതിരുന്നാൽ മതിയായിരുന്നു. ഇവര് പിന്നെ 2016 നമ്മുടെ പ്രദീപ് കുമാർ
MLA ആയിട്ടുള്ള കോഴിക്കോട് നോർത്ത്, അദ്ദേഹം നടക്കാവ് സ്കൂൾ ഹൈടെക് ആക്കി മാറ്റി. അത് മാതൃകയായിരുന്നു. അത് പ്രദീപ് കുമാറിന്റെ മിടുക്ക്, അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ ആത്മാർത്ഥത. അന്ന് പിണറായി വിജയൻ സർക്കാർ പറഞ്ഞതാണ് 139 മണ്ഡലങ്ങളും ബാക്കി 139 മണ്ഡലങ്ങളിൽ ഇതുപോലെ ഒരു ഹൈടെക് സ്കൂള് വന്നിട്ടില്ല. മാത്രം ഹൈടെക് ആക്കിയിട്ടും കാര്യമില്ല വിജയനാഥെ. അവിടെ കണക്ഷൻ വേണ്ടേ? വൈഫൈ ആണ് കണക്ഷൻ വേണ്ടേ? അത് കെ ഫോണാണ്. കെ ഫോൺ ഇപ്പോൾ എല്ലാം കട്ട് ചെയ്തിരിക്കുകയാണ്, ഡിസ്കണക്ട് ചെയ്തിട്ടിരിക്കുകയാണ്, പണം അടയ്ക്കാത്തത് കൊണ്ട്. ഇത് പ്രാവർത്തികമാകണ്ടേ? ഈ റേഷൻ കടയ്ക്കും FCIക്കും ഇടയിൽ ലോറി വേണമെന്ന് പറയുന്നത് പോലെ ഈ സ്കൂളിനും ഈ കെ ഫോണിനും ഇടയ്ക്ക് ഒരു കണക്ഷൻ വേണം. പിന്നെ കുട്ടികളും പണം കൊടുക്കണം. കുട്ടികളെല്ലാം സ്വകാര്യ സ്കൂളിലേക്കാണ് പോയത്. അത്രയും പോകുന്നത് അങ്ങോട്ടാണ്. സ്വാഭാവികമായിട്ടും അങ്ങനെ പോകുന്നത്. മികച്ച സംരക്ഷണവും മികച്ച രീതിയിലുള്ള പഠനങ്ങളും കിട്ടും. അങ്ങോട്ട് വിട്ട് കഴിഞ്ഞാൽ അച്ഛനും അമ്മയും ഇവർക്ക് ട്യൂഷൻ അന്വേഷിച്ച ആളിനും പോകേണ്ട ആവശ്യം വരുന്നില്ല. മികച്ച രീതിയിലുള്ള കോച്ചിങ് ലഭിക്കും. അതുകൊണ്ട് അങ്ങോട്ട് പോകുന്നു. ഇവിടെ സമരം സർവീസ് സംഘടനയായിട്ടാണല്ലോ സ്കൂളിൽ പ്രവർത്തിക്കുന്നത്. പിന്നെ വേറൊരു കാര്യം പറയുന്നത്, പൊതുജനാരോഗ്യ രംഗത്തെ ആധുനിക സംവിധാനങ്ങളോടെ രോഗീ സൗഹൃദമാക്കി എന്നാ പറയും. ഈ ആരോഗ്യ വകുപ്പിനെ കുറിച്ച് വലിയ പരാതിയോ. 2 തവണയാണല്ലോ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പുക വന്നിട്ട് രോഗികൾ 4 എണ്ണം മരിച്ചത്. അതുപോലെ നിപ്പ തിരിച്ചു വരികയാണല്ലോ. നിപ്പ തിരിച്ചു വരുന്നു. ഇതാ ഇപ്പം കോവിഡ് തിരിച്ചു വരുന്നു. എല്ലാ രോഗങ്ങളും തിരിച്ചു വരികയാണ്. നാണക്കേടിൻ്റെ രോഗമായ കോളറ തിരിച്ചു വന്നിരിക്കുന്നു. അങ്ങനെ എന്തെല്ലാം രോഗങ്ങൾ തിരിച്ചു. അപ്പം ഇടയ്ക്കിടയ്ക്ക് മന്ത്രി വീണ ജോർജ് പറയുന്ന ജാഗ്രത പാലിക്കണം, ജാഗ്രത പാലിക്കണം. ആരാണ് ജാഗ്രത പാലിക്കേണ്ടത്? ആരോഗ്യവകുപ്പാണ് ജാഗ്രത പാലിക്കേണ്ടത്. അല്ല, ആരോഗ്യമന്ത്രി വലിയ പരാജയമായിരുന്നല്ലോ. വലിയ പരാജയമായിരുന്നു. എന്നിട്ട് ആരോഗ്യം തിളക്കമാർന്ന അത് ശൈലജയുടെ കാലത്ത് കുറച്ച് ശരിയായിരിക്കാം, കെ ശൈലജ. അപ്പം ഇങ്ങനെ നിരവധി കാര്യങ്ങളാണ്. ദേശാഭിമാനി ഇങ്ങനെ വലിയൊരു എന്തോ ഒരു ബജറ്റ് വരുന്ന മാതിരിയാണ് കാര്യങ്ങൾ ഇങ്ങനെ കൊടുത്തിരിക്കുന്നത്. ഇന്ത്യയിൽ ഏറ്റവും അധികം നിയമനങ്ങൾ നടത്തുന്ന പബ്ലിക് സർവീസ് കമ്മീഷൻ കേരളത്തിൻ്റേത്. ഏറ്റവും കൂടുതൽ ശമ്പളം പറ്റുന്നു. അത് തന്നെ അതൊരു വലിയ തമാശയായിട്ട് തോന്നി. ഏറ്റവും അധികം നിയമനങ്ങൾ നടത്തുന്നു. ഇനി വേറൊരു കാര്യം കൂടെ ക്ലെയിം ചെയ്യാൻ, ഏറ്റവും അധികം പേഴ്സണൽ സ്റ്റാഫുള്ള മന്ത്രിമാർ കേരളത്തിൽ നമ്പർ 1 അതിലുണ്ട്. ഒരാൾക്ക് 27 മുതൽ 30 വരെ സ്റ്റാഫ്. ഇവർക്കെല്ലാം പെൻഷനും കൊടുക്കും. PSC മെമ്പർമാർ എത്ര? 21. അവരുടെ ശമ്പളം ഈ കഴിഞ്ഞ ഇടയ്ക്ക് പോലും കേരളം വലിയ കടക്കണിയിൽ നിൽക്കുന്ന സമയത്ത്, ആശാവർക്കർമാരുടെ സമരം തുടങ്ങിയ സമയത്താണ് അവരുടെ ശമ്പളം കൂട്ടിക്കൊടുത്തത്. അതെ, ഈ സമയത്ത് ഈ പ്രതിപക്ഷം എന്ന് പറയുന്നത് എവിടെ പോയിരിക്കുന്നു? കാണാനുണ്ടോ ഈ സാധനം? പ്രതിപക്ഷം എന്ന് പറയുന്ന സാധനത്തിനെ കാണാനുണ്ടോ? അപ്പോൾ ഉടനെ പോയിട്ട് തിരക്കിട്ടിട്ട് ഈ സമരം നടത്തേണ്ടതിന് വരെ KPCC പ്രസിഡന്റ് അങ്ങ് എന്തൊക്കെയാണ് ഇവർ തലതിരിഞ്ഞ? ശരിക്കും പറഞ്ഞാൽ CPM പിണറായിക്ക് വീണ്ടും വരാനുള്ള വഴി ഒരുക്കി കൊടുക്കുക. അല്ല, 4ാം വാർഷിക ആഘോഷ സമയത്ത് കോൺഗ്രസ്സുകാർ ചെയ്തത്, അവരന്ന് കരിദിനമായിട്ട് ആചരിച്ച് എല്ലാ കോൺഗ്രസ് ഓഫീസിന്റെ മുമ്പിൽ ഒരു കറുത്ത കൊടി കെട്ടിവെച്ചു. വിജയനാഥെ തിരുവനന്തപുരത്ത് നടന്നത് ഞാൻ കണ്ടു, നേരിട്ട് കണ്ടു. ടോട്ടലി ഇൻഎഫക്റ്റീവ്. സെക്രട്ടേറിയറ്റിൻ്റെ മുമ്പിൽ എന്തോ വരച്ച് വെച്ചു. രാവിലെ വൈകുന്നേരം അത് സമാപിച്ചത് രക്തസാക്ഷി മണ്ഡപത്തിൻ്റെ മുമ്പിൽ പോയിട്ട് ഒരു 4, 3, 7 പേരുണ്ട് അതിനകത്ത്. അതേസമയം മറുവശത്തൂടെ ട്രാഫിക് മുഴുവൻ കൺട്രോൾ ചെയ്തിരിക്കുക, സിഗ്നൽ മുഴുവൻ ഓഫാക്കിയിട്ടിരിക്കുക. എന്തിനാ? പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് പോകണം അവിടെ ക്രൗഡിനെ നിയന്ത്രിക്കാൻ. പ്രകടനങ്ങൾ, ബസ്സുകൾ നിറയെ പ്രകടനത്തിന് ആൾക്കാരുമായിട്ട് പോവുക. അവരുടെ ആ സംഘടനാ ശക്തി, ആ മെഷീനറി, താഴെ തട്ടിൽ ബൂത്ത് തലം വരെയുള്ള മെഷീനറി, പറഞ്ഞ പോലെ ബൂത്ത് തലം മുതൽ അവരുടെ പ്രവർത്തകരെ അവർ സംരക്ഷിക്കുന്നുണ്ട്. ഓരോ വിവാഹത്തിനും മരണത്തിനും ഓരോ ചടങ്ങിനും. പിന്നെ പാർട്ടി വഴിയായിട്ട് ജോലിയും വാങ്ങിച്ചു കൊടുക്കുന്നുണ്ട് അവിടുത്തെ ചെറുപ്പക്കാർക്ക്. അങ്ങനെ ഒരു മെഷീനറി ആയിട്ട് കൊണ്ടുവന്ന് പറഞ്ഞാൽ വരും. അതിനപ്പുറം ഗവൺമെൻറ്റിൻ്റെ അധികാരം ഉപയോഗിച്ച് സർക്കാർ ജീവനക്കാരിൽ ചിലരെ, അവരുടെ സർവീസ് സംഘടനകളുടെ എല്ലാവരുടെയും ആൾക്കാരെ ഒഴുക്കി വമ്പിച്ച ഒരു ആൾക്കൂട്ടത്തെ സൃഷ്ടിച്ചു. പക്ഷെ അക്കാര്യത്തിൽ CPMനെ സമ്മതിച്ചു കൊടുക്കണം. സംഘടന ശക്തി. അതെ, അതാണ് ഈ പറഞ്ഞതിൻ്റെ കാര്യം. ഇതാണ് ഇപ്പോൾ ബൂത്ത് തലം മുതൽ ഇപ്പോൾ പാർട്ടി മെമ്പറാണെന്നായിരിക്കും വിജയനാഥിൻ്റെ വീട്ടിൽ എന്ത് പ്രശ്നമുണ്ടെങ്കിലും പരിഹരിക്കാൻ പാർട്ടി പ്രവർത്തകർ വരും. അങ്ങ് ആ പാർട്ടിയോട് പാർട്ടിയിൽ നിന്ന് പിന്നെ വിട്ടുപോകാൻ തോന്നില്ല. വിട്ടുപോയാൽ വിവരം അറിയും. ഇപ്പം തന്നെ CPM ഇവരുടെ മന്ത്രിസഭ വാർഷിക ആഘോഷം വേദിയിൽ നോക്കെ, ആ വേദിയിൽ എത്ര കസേര ഇട്ടിട്ടുണ്ടോ അത്രയും പേര് മാത്രമേ വേദിയിൽ ഉണ്ടാകും. മാത്രമേ ഉള്ളൂ. കോൺഗ്രസിന്റെ ആയിരുന്നു ഇതുപോലെ ആഘോഷമെങ്കിൽ എല്ലാം കൂടി 15 കസേര ഉണ്ടെങ്കിൽ അവിടെ 350 പേര് ആ സ്റ്റേജിനകത്ത് തള്ളുകൊണ്ടാണ്. ഓട്ടോയിൽ വരാൻ വേണ്ടി കിടന്ന് തള്ളുന്നുണ്ട്. അപ്പോൾ അതാണ് വ്യത്യാസം. ആ വ്യത്യാസം തന്നെയാണ് ഇപ്പോഴും പ്രതിഫലിക്കുന്നത്. ടിപ്പ് ടോപ്പിൽ വന്ന് സ്റ്റേജിലിരിക്കണം. ഇതിനപ്പുറം പത്രസമ്മേളനം നടത്തണം, പത്രത്തിൽ ഫോട്ടോ വരണം, ചാനലിൽ ചർച്ചയിൽ വരണം. ഇതിനപ്പുറമുള്ള കേരളത്തിലെ ജനങ്ങളെ രക്ഷിക്കാനുള്ള ഒരു ആവേശമൊന്നും ഒരൊറ്റ ആളിൻ്റെയും ഭാഗത്ത് നിന്ന്. അപ്പം ഈ കോൺഗ്രസിന്റെ പിടിപ്പുകേടാണ് ഇവരുടെ പിണറായി വിജയന്റെ വിജയം. വിജയം ശരിക്കും പറഞ്ഞ പ്രതിപക്ഷം കേരളത്തിന്റെ ഐശ്വര്യം എന്നാണ് പിണറായി വിജയൻ കഴിയുന്നത്.
അങ്ങനെയാണ് ഇപ്പോൾ മുന്നോട്ട്